ഇന്ന് ബ്രെഡ് വെച്ചിട്ട് നല്ല ക്യൂട്ടായൊരു സമൂസ ഉണ്ടാക്കിയാലോ, അതും നല്ല ക്രിസ്പി ആയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് എരുന്തെടുത്തിട്ടുണ്ട്, പകരം ചിക്കൻ ആയാലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി പെരുംജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക, ഒരു 5-10 മിനിറ്റ്. അതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു എരുന്തായിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ പൊരിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് നമ്മൾ ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് സോക്കായിപ്പോവും. ഇനി ഇതിലേക്ക് കുറച്ച് സവോളയും പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതാണ് ചേർത്ത് കൊടുക്കണേ. കുറച്ച് കറിവേപ്പിലയും ഇനി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കുക. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വലിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അറ്റമൊക്കെ മുറിച്ചിട്ട് ഇതുപോലെ ഒരു റോളിംഗ് പിന്നുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ നോർമൽ ബ്രെഡ് കൊണ്ട് ഇത്രയും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത ശേഷം ഇതുപോലെ പരത്തിയാൽ മതി. എന്നിട്ടൊരു കട്ടർ വെച്ചിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി അത് പകുതിയായിട്ട് വീണ്ടും മുറിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ആ ഒരു ഭാഗത്ത് നടുവിലൂടെ മുറിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് കുറച്ച് മൈദ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഒരു കോൺ ഷേപ്പിലായിട്ട് റെഡിയായി കിട്ടും. ഇനി ഇതിനുള്ളിലായിട്ട് ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുക്കുക. എരിവിൽ മാത്രമല്ല, പീനട്ട് ബട്ടറോ ഇല്ലെങ്കിൽ ചോക്ലേറ്റോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ എഡ്ജിൽ വീണ്ടും മൈദയുടെ ആ ഒരു പേസ്റ്റ് തേച്ച് കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഞാനിത് എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു 170 ഡിഗ്രിയിൽ ഒരു 5 to 10 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് എയർ ഫ്രയർ ഇല്ലാത്തവർക്കാണെങ്കിൽ പൊരിച്ചു എടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മിനി സമൂസയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്.